സന്ദർശനം തുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് പ്രതികരണം എങ്ങനെയുണ്ട്? നമ്മുടെ നേട്ടങ്ങളൊക്കെ പറയുകയാണ് ലക്ഷ്യം. അല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ നമ്മളെ പാർട്ടിയിലെ എല്ലാ സഖാക്കളും വീടുകളിലേക്ക് പോയി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഇന്നു മുതൽ 22-ാം തീയതി വരെ, അതിൻ്റെ അപ്പുറത്തേക്കും തീയതി നിശ്ചയിച്ച് ആ തീയതിയിൽ പരമാവധി പോവുക എന്നുള്ളതാണ്. അതല്ലാതെ തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാ വീടുകളിലും ദൈനംദിനം ബന്ധം വെക്കാറുണ്ട്. CPI എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ധൈര്യമാണ്. ഒരു പ്രദേശത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം വന്നാൽ, ഒരു സന്തോഷം വന്നാൽ ഒക്കെ തന്നെ ആദ്യം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി മറ്റെല്ലാ സഹായത്തിനും സ്വന്തം താല്പര്യങ്ങൾ മാറ്റി നിർത്തി ഓടി ഇടപെടുകയും ചെയ്യുന്ന സഖാക്കളുടെ പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് തന്നെ CPIM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും ധൈര്യമാണ്. കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും ധൈര്യത്തിൻ്റെ പേരാണ് CPIM. അതിലെവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? നാട്ടിൽ ഒരു പ്രശ്നത്തിന് പെട്ടെന്നൊരു മനുഷ്യന് ഒരാവശ്യം വന്നാൽ അവിടെ സാധാരണ എങ്ങനെയാണോ CPIMൻ്റെ പ്രവർത്തനം, അതിൽ നിന്നും വ്യത്യസ്തമായി അവിടെയുള്ളവരെ ലഭ്യമാകാത്ത പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ ആ ആവശ്യത്തിന് ഉദ്ദേശിച്ചതുപോലെ ഉള്ള ഒരു സഹായം പറഞ്ഞിട്ടും ലഭിക്കാതെ പോകുന്ന പ്രശ്നമുണ്ടോ? ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. ജനങ്ങൾ പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. ഇത് നോർത്ത് നിയോജക മണ്ഡലമാണ്. ഇവിടെ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനാണ് നോർത്ത് നിയോജക മണ്ഡലത്തിലെ MLA ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ പൊതുവെ ജനങ്ങളോട് സംസാരിച്ച് വളരെ സംതൃപ്തരാണ്. അപ്പോൾ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധിക സമയം ആയിട്ടില്ലല്ലോ, നടത്തേണ്ട പ്രവർത്തനം എന്തൊക്കെ, ശ്രദ്ധിക്കേണ്ട പ്രവർത്തനം എന്തൊക്കെ, ഇതും പൊതുവെ ജനങ്ങൾ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണ്? ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധ ചെലുത്താതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ വല്ലതുമുണ്ടോ? ഇതൊക്കെ തീർച്ചയായും ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഘടകത്തിൻ്റെ പ്രവർത്തനം, പാർട്ടിയിലെ ഓരോ അനുഭാവിയുടെയും പാർട്ടി അംഗങ്ങളുടെയും പ്രവർത്തനം, MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര എവിടെയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ MLA മാരുണ്ടാവും. MLA മാരുടെ പ്രവർത്തനം, ഇനി MLA മാരില്ലാത്തിടത്ത് UDF MLA മാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി പ്രശ്നമുണ്ടെങ്കിൽ അത്. ഇവിടെ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ പ്രവർത്തനത്തിൽ പൊതുവേ സംതൃപ്തരാണ് ആളുകൾ. പൊതുവെ നല്ല അഭിപ്രായം പറയുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ധൈര്യമായ CPIMൻ്റെ പ്രവർത്തനത്തിൽ പ്രദേശങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതും ഇത്തരം ഗൃഹസന്ദർശന പരിപാടിയിലൂടെ അറിയാൻ വേണ്ടി പറ്റും. അപ്പം അത് വളരെ നല്ല ഒരു രീതിയാണ്. പൊതുവെ നല്ല ഒരു നിലയിലാണ് പൊതുവെ ഗൃഹസന്ദർശന പരിപാടി പോകുന്നത്. വളരെ പോസിറ്റീവാണ്. ജനങ്ങൾക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നാടിൻ്റെ ധൈര്യമാണ് CPM എന്നുള്ളത് വെറുതെ ഭംഗിവാക്കായി പറയുന്നല്ലോ, വസ്തുതയാണ്. ഈ വീടുകളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, പരമാവധി വീടുകളിൽ കയറും. ഇപ്പം എല്ലാ വീട്ടിലും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കയറാൻ പറ്റുന്ന പ്രയാസമാണ്. പക്ഷെ ഓരോരുത്തരും, ഇപ്പോൾ ഈ ബ്രാഞ്ച് ആണെങ്കിൽ പാർട്ടിയുടെ ഈ ബ്രാഞ്ച് ഇവിടുത്തെ എല്ലാ വീട്ടിലും കയറി കേൾക്കുകയാണ്. അപ്പോൾ സഖാക്കൾക്കൊപ്പം കുറച്ച് സമയം എവിടെയൊക്കെ ചെലവഴിക്കണം, അവർ പറയുന്നത് എവിടെയാണോ അവിടെ ചെലവഴിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഡിവിഷൻ BJP ആണ് ജയിച്ചത് കോർപ്പറേഷൻ. അതെ, തീർച്ചയായിട്ടും അതുൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഓരോ വിഷയങ്ങളും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയാണ്. കേട്ട് മനസ്സിലാക്കി പോകണം. ഇവിടെയാണെങ്കിൽ UDF കൂടുതൽ വോട്ട് പിടിച്ചത് BJPക്ക് സഹായകരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കേട്ട്
അതിനനുസരിച്ചുള്ള ഇടപെടൽ പൊതുവെ നടത്തുക. അപ്പോൾ ഇതിൽ പൊതുവെ നോക്കുമ്പോൾ ഈ വളരെ പോസിറ്റീവാണ് ജനങ്ങൾ ഒരു പ്രതീക്ഷയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കാണുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഇനി എവിടെയെങ്കിലും നടത്താനുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ടത് എന്തൊക്കെ അത് ഇടപെടുന്നു. എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ ആ തിരുത്തൽ വരുത്തുന്നു. ഏതെങ്കിലും പ്രവർത്തനം മികച്ചതാണെങ്കിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ജനങ്ങളാണ്. നാട് എന്താണോ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക. നാടിൻ്റെ ധൈര്യമാണ് CPIM. ആ ധൈര്യത്തിന് ഒരു ചോർച്ചയും പറ്റാത്ത നിലയിൽ മുന്നോട്ട് പോവുക. അതാണ് പൊതുവെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നത്.